രാത്രിയിൽ അശ്ലീല സന്ദേശം അയക്കുന്നവർ സൂക്ഷിക്കുക. കുഴപ്പം തന്നെ, ജയിലിൽ പോകും. മഹാരാഷ്ട്രയിലെ ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2022 എടുത്ത കേസിൽ ഒരാളെ 3 മാസം ശിക്ഷിച്ചു. ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീക്ക് അയച്ച സന്ദേശമാണ് പ്രശ്നമായത്. അയാള് അവർക്ക് സന്ദേശം ഇട്ടത് രാത്രിയിൽ അയാളുടെ ഭാര്യ ഉറങ്ങിയിട്ടാവണം. സന്ദേശം അയച്ചിരിക്കുന്നു, ഇപ്പൊ അല്പം മെലിഞ്ഞിരിക്കുന്നു, ഇപ്പൊ സുന്ദരിയായി, വെളുത്തിരിക്കുന്നു, എനിക്കിഷ്ടമാണ്, ഇതേ ഉള്ളൂ. ഇത് ഒരു അശ്ലീല സന്ദേശമെന്ന് കോടതി. രാത്രിയിലാണ്, എന്തിനാണ് അങ്ങനെ അയക്കുന്നത്? അയാൾക്ക് ദുരുദ്ദേശപരമായ ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനു രാത്രി ഉറക്കളിച്ച് ഇങ്ങനെ ഇടുന്നത്? കോടതി അത് 75 BNS പരിധി വരുന്നു എന്നാണ് പറഞ്ഞത്. പുതിയ 354 ഇന്ത്യൻ പീനൽ കോഡിലുള്ള ഒരു കുറ്റമാണ്, 3 വർഷത്തെ ശിക്ഷയാണ്. പക്ഷേ 75 BNS അനുസരിച്ചുള്ള കുറ്റത്തിന് 3 മാസം തടവ് 2022. അതിന് അപ്പീല് മഹാരാഷ്ട്രയിലെ ഡീൻ ഡോഷി അഡീഷണൽ സെഷൻസ് കോടതി കൊടുത്തു. കോടതി ആ ശിക്ഷ ശരിവെച്ചു. ഇതിൽ നിന്ന് ആൾക്കാർ രാത്രി സന്ദേശം അയക്കുന്നവർ സൂക്ഷിക്കുക. പുതിയ BNS അനുസരിച്ച് 70 അനുസരിച്ച് നിങ്ങൾ കുറ്റം ചെയ്യുകയാണ്, ഫൈനും ഇടും, ജയിലിലെ തടവിലേക്ക് വിധിക്കുകയും ചെയ്യും. അതിൽ നിന്ന് മോചനമില്ല. കാരണം ഡിജിറ്റൽ എവിഡൻസ് ആണ്, സാക്ഷി വേണ്ട, നിങ്ങൾ അയച്ച സന്ദേശം മതി. അതും വാദിയും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാത്രിയിൽ ഇതുപോലെ സംസാരിക്കുന്നവർ ധാരാളമുണ്ട്. അതിനകത്ത് ചില വാക്കുകൾ, മോശമായ പദങ്ങൾ ഉപയോഗിക്കും. അത് ആ സ്ത്രീയുടെ ഭർത്താവ് കണ്ടാലും മതി, അയാൾ കേസ് കൊടുത്താലും മതി, ആ സ്ത്രീ കൊടുക്കണമെന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ശിക്ഷിക്കും. ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് മനസ്സിലാക്കിക്കണം ജനങ്ങൾ. കാരണം മുൻ സഹപ്രവർത്തകയ്ക്കാണ് അയച്ചതെങ്കിലും അവർ പരാതി കൊടുത്തു. അതോടുകൂടി വെള്ളത്തിലായി ആ സഹപ്രവർത്തകയുടെ സുഹൃത്ത്. കാരണം 2022 നടന്ന സംഭവമാണ്. 3 വർഷം കഴിഞ്ഞപ്പം സെഷൻസ് കോടതി ശിക്ഷ ശരിവെച്ചു. സെഷൻസ് കോടതി കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സന്ദേശത്തിന്റെ ഒപ്പം ഇയാൾ പല അശ്ലീല ഫോട്ടോകൾ വേറെ ചില ആൾക്കാർ അതയച്ചു. അതെന്തിനാണ് അയക്കുന്നത്? ദുരുദ്ദേശം കൃത്യമല്ലേ? അങ്ങനെ അശ്ലീല ഫോട്ടോ അയാളുടെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകയുടെ അല്ല, മറ്റു ചില അശ്ലീല പോസ്റ്റുകളാണ് വാട്സാപ്പിൽ കൂടെ അയച്ചത്. തീർച്ചയായിട്ടും അത് കോടതി പരിശോധിച്ചു. അതൊക്കെ ഈ രാത്രി ഉറക്കളച്ചിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യാജ സന്ദേശം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രോഗ്യം പറയുന്ന രീതിയിൽ അവരുടെ ശരീരം വർണ്ണിക്കുക, അതോടൊപ്പം തന്നെ വേറെ ചില സിനിമയിൽ കണ്ട നേക്കടായ ഫോട്ടോ ഇടുക, അല്ല അർത്ഥനഗ്നമായ ഫോട്ടോ ഇടുക, അതൊക്കെ ചെയ്യുന്നതിൻ്റെ ദുരുദ്ദേശം കൃത്യമാണ്. അങ്ങനെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേരളത്തിൽ കേസായി തുടങ്ങിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കണ്ടല്ലോ നമ്മൾ. അതോടൊപ്പം രാഹുൽ ഈശ്വറിനെതിരായിട്ടും കേസ് വന്നു. ഇങ്ങനെയുള്ള കമന്റുകൾ ഒരു സ്ത്രീയുടെ ശരീരത്തെ പറ്റി നല്ലതോ ചീത്തയോ പറഞ്ഞാലും അത് കുറ്റകരമാണ്. അവരുടെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞാലും കുറ്റകരമാണ്. എന്തിനാണ് അവരെ പറ്റി നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്? അപ്പൊ അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചാൽ അത് നല്ല ഉദ്ദേശത്തോടാണ് ചീത്ത ഉദ്ദേശത്തോടാണ് കോടതി നിശ്ചയിച്ചോളും. അത് ഡിജിറ്റൽ എവിഡൻസ് ആണ്, ഡയറക്റ്റ് എവിഡൻസ് ആണ്. ചില ആൾക്കാരൊക്കെ നടന്നു പോകാൻ, പെൺകുട്ടികളും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില കമന്റുകളാണ്. സൂക്ഷിച്ച് നടക്കണം, സൂക്ഷിച്ചോണം, ആ ഡ്രസ്സ് നന്നായിരിക്കുന്നു, ഇന്നത്തെ ഡ്രസ്സ് കൊള്ളാം. ഇതൊക്കെ 75 BNS പരിധിയിൽ വരുന്നതാണ്. അത് വളരെ സൂക്ഷിക്കുക ആൾക്കാർ. അതുകൊണ്ട് 354 IPC ഒളിഞ്ഞു നോട്ടം അതും പ്രശ്നമാണ്, അത് കുറ്റകരമാണ്. അതിപ്പം ഒയൂറിസമാണ്, 77 BNS വരുന്നുണ്ട്. 354D പഴയ IPC സ്റ്റോക്കിങ് പതുങ്ങി നടക്കുക, അതും കുറ്റകരമാണ്. അത് 77 അതിനകത്ത് തന്നെ BNS വരുന്നതാണ്. 3 വർഷം തടവ് ഉറപ്പാണ്. കാരണം ഇതൊക്കെ പല ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കുറ്റകരമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അത് പിടിക്കപ്പെട്ട ഒരു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മതി, ഡിജിറ്റൽ എവിഡൻസ് മതി, ആ ഒളിഞ്ഞു നോക്കുന്ന ഫോട്ടോ മതി, അതിൻ്റെ ഡയറക്ഷൻ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം മതി, കുറ്റകരം തന്നെയാണ്. അതുകൊണ്ട് BNS 75 പുതിയ ഇന്ത്യൻ പീനൽ കോഡിലെ
ആ BNS-നകത്തുള്ള വകുപ്പുകളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് 354C 354D എന്ന പഴയ ഇന്ത്യൻ പീനൽ കോഡിലുള്ളത് 76 BNS ആണ് വരുന്നിരിക്കുന്നത്. അതുപോലെ ആൾക്കാർ നടന്നു പോകുമ്പം സെക്ഷൽ ആയിട്ടുള്ള കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അവരെ നോക്കി പറയണമെന്നില്ല, അന്തരീക്ഷത്തിലേക്ക് നോക്കി പറയുന്നതും കുറ്റകരം തന്നെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കമന്റ് ചെയ്യുക, കോളേജിൽ പോകുന്ന കുട്ടികളെ പെൺകുട്ടികളെ കമന്റ് ചെയ്യുക. അവരെ സഹപ്രവർത്തകർ ഒന്നിച്ച് പഠിക്കുന്നതാണ്, ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. കേസ് കൊടുത്താൽ കുരുങ്ങിയത് തന്നെ, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സുഹൃത്താണ്, ഒന്നിച്ച് ജോലി ചെയ്യുന്നതാണ്, ഒന്നിച്ച് ജോലി ചെയ്യുന്ന സാറാണ് അല്ലെങ്കിൽ സാറുമാരാണ്, അതൊന്നും ഈ ഒഫൻസിന്റെ മുമ്പിൽ വില പോകില്ല. കാരണം സഹപ്രവർത്തകയ്ക്ക് നേരെ ഇതുപോലെയുള്ള കമന്റുകൾ ഇട്ടതാണ് ഇപ്പം വിനയായത്. 3 മാസത്തെ ശിക്ഷയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശിക്ഷിച്ചത് സെഷൻസ് കോടതി ശരി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സെഷൻസ് കോടതി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഇയാൾ രാത്രി മെനക്കെട്ടിരുന്ന് വേറെ വല്ല സിനിമയിൽ കാണുന്ന നേക്കഡായിട്ടുള്ള പടങ്ങളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? അത് തീർച്ചയായിട്ടും അതിൻ്റെ ദുരുദ്ദേശം കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് 3 മാസത്തെ തടവ് കൊടുത്തത്.